ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ ത്രിവിധ പദവികളെ കുറിച്ചാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പുത്രനോടോ, ദൈവമേ, പദം കണ്ടോ, നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പഴയ നിയമകാലത്ത് ഇസ്രായേല്യരുടെ ഇടയിൽ 3 വ്യക്തികളെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന അഭിഷേകമായിരുന്നു. പുരോഹിതൻ, പ്രവാചകൻ, രാജാവ് എന്നീ 3 വ്യക്തികളെ ആ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നത് അവരുടെ മേൽ പകരുന്ന അഭിഷേകമായിരുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 41-ാമത്തെ വാക്യം, 29-ാം അധ്യായം 7-ാമത്തെ വാക്യം, അവിടെ പുരോഹിതനെ അഭിഷേകം ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു. അവൻ നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. 29-7. പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യും. പുരോഹിതനെ അഭിഷേകം ചെയ്ത കാര്യമാണ്. അഭിഷേക തൈലം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ഇനി രാജാക്കന്മാരെ നിയോഗിക്കുന്നത്, വാഴിക്കുന്നത് അവർക്ക് ഒരു അഭിഷേകം നൽകിക്കൊണ്ടാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേഹൂവിനെ അഭിഷേകം ചെയ്യുന്നതായി വായിക്കുന്നു. എന്നറിയ അവർ, അത് നേരല്ല, നീ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞതിന് അവൻ, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാദിയായി ഇന്നിന്ന കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഏലീശ പ്രവാചകൻ ഒരു ബാല്യക്കാരന്റെ പക്കൽ ഒരു അഭിഷേക തൈലം കൊടുത്തിട്ട് പറഞ്ഞു, നീ പട്ടാള ക്യാമ്പിലേക്ക് ചെല്ലണം. എന്നിട്ട് നിംഷിയുടെ മകനായ യേഹൂ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കി അവനെ കൂട്ടിക്കൊണ്ടുപോയി അവന്റെ തലയിൽ ഈ തൈലമൊഴിച്ച്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന ദൂത് പറഞ്ഞിട്ട് മടങ്ങിപ്പോരാൻ പറഞ്ഞു. അങ്ങനെ ഈ ബാല്യക്കാരൻ പട്ടാള ക്യാമ്പിലേക്ക് ചെല്ലുന്നു. യേഹൂ ആളുകളുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു ഉൾമുറിയിലേക്ക് കൊണ്ടുപോയി ഈ തൈലമെടുത്തവന്റെ തലയിൽ ഒഴിച്ചിട്ട്, ദൈവം നിന്നെ ഇസ്രായേലിന് രാജാവായി വാഴിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു എന്ന് ദൂത് പറഞ്ഞിട്ട് ആ ബാല്യക്കാരൻ ഓടിപ്പോയി. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ശലോമോനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന കാര്യം ദാവീദ് തന്റെ ഭൃത്യന്മാർക്ക് കൽപ്പന കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അബ്യാഥാർ പുരോഹിതനും സാദോക്കും ഒക്കെ ചേർന്ന് എന്റെ മകനായ ശലോമോനെ കോവർക്കഴുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. അപ്പൊ രാജാക്കന്മാരെ വാഴിക്കുന്നത് എങ്ങനെയാണ്? അഭിഷേകം ചെയ്താണ്. 3-ാമത്താണ് പ്രവാചകൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-16 ഏലിയാവിന് ദൈവം നൽകുന്ന പ്രത്യേകമായ ഒരു ദൂതാണത്. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അടുത്ത വാക്യം, എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. എലീശയെ നിനക്ക് പകരമായി പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ഇപ്പോൾ നമ്മൾ 3 വ്യക്തികൾക്ക് അഭിഷേകം കിട്ടുന്നതായിട്ട് നമ്മൾ വായിച്ചു. പഴയ നിയമത്തിൽ ഈ 3 വ്യക്തികളെ മാത്രമായിരുന്നു അഭിഷേകം ചെയ്ത് വേർതിരിക്കുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ അഭിഷേകം ലഭിച്ചു. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭിഷിക്തൻ എന്നാണ്. ക്രിസ്തുവിനെ അഭിഷിക്തൻ എന്ന് വിളിച്ചിരിക്കുന്ന നിരവധി വാക്യ തെളിവുകളുണ്ട്. പഴയ നിയമത്തിൽ തന്നെ പ്രവചനപരമായത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 11-ന്റെ 2-ാമത്തെ വാക്യം, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കും. ആ ആത്മാവിന്റെ 7 വിധ പ്രത്യേകതകൾ അവിടെ പറയുകയാണ്. അവന്റെ മേൽ ഒരു ആത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരിക്കും. ഇനി യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് അവന്റെ ആത്മാവന്റെ മേലുണ്ട്. യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ ആ പറയുന്ന ആ അഭിഷേകം ആർക്കാണ് ലഭിച്ചത്? പുതിയ നിയമത്തിൽ യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം
യേശു നസ്രത്തിലെ ഒരു സിനഗോഗിൽ ചെന്നു, പ്രസംഗിക്കാനായി എഴുന്നേറ്റ് നിന്നു. ഉടനെ ആ ആലയത്തിലെ ശുശ്രൂഷക്കാരൻ വന്നിട്ട് അലമാരിയിൽ ഇരുന്ന ഒരു പുസ്തക ചുരുൾ യേശുവിന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. യേശു അത് തുറന്ന് ഒരു വേദഭാഗം വായിച്ചു. ഏതാണ് വായിച്ചത്? ഈ വാക്യമാണ് വായിച്ചത്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദാനിയേൽ 9:26 വാക്യത്തിൽ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ദ മെസ്സായ ഷാൽ ബി കട്ട് ഓഫ്. അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഇനി 2-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം: യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു. അപ്പോൾ നാം ഈ പറഞ്ഞ 4 വേദഭാഗങ്ങളിലും യേശു ക്രിസ്തുവിനെ ഒരു അഭിഷിക്തനായി നാം കാണുന്നു. പഴയ നിയമത്തിൽ ഞാൻ ഈ പറഞ്ഞ അഭിഷേകം ലഭിച്ചവർക്കാർക്കും അവരുടെ ശുശ്രൂഷയല്ലാതെ വേറൊരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. രാജാവിന്റെ ദൗത്യം പ്രജകളെ ഭരിക്കുക എന്നുള്ളതാണ്. പുരോഹിതന്റെ ദൗത്യം ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ യാഗം കഴിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ ദൗത്യം ദൈവത്തിന്റെ വക്താവായി ഭൂമിയിൽ നിന്ന് മനുഷ്യരോട് സംസാരിക്കുക എന്നുള്ളതാണ്. അവരവരുടെ ദൗത്യം മാത്രമേ ചെയ്യാൻ അവകാശവും അധികാരവും ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും അതിൽ നിന്ന് മാറി ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടുമായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ അഭിഷേകം ലഭിക്കുന്നവർക്കൊക്കെ അവരവരുടെ ശുശ്രൂഷ മാത്രമേ ചെയ്യാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന് അഭിഷേകം നൽകപ്പെട്ടത് ഏതെങ്കിലും ഒരു ശുശ്രൂഷ മാത്രം ചെയ്യാനല്ല, ഇപ്പറഞ്ഞ 3 ശുശ്രൂഷകൾക്കുമായിട്ടാണ് യഹോവയായ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്ത് ലോകത്തിലേക്ക് അയച്ചത്. അപ്പോസ്തലപ്രവൃത്തി 10:38 നസ്രായനായ യേശുവിനെ ദൈവം ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തു. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ മേലുള്ള അഭിഷേകം അവനെ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്തു എന്നുള്ളതാണ്. 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം: നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല. എന്നേക്കും ഒരു പുരോഹിതൻ, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ. അല്പം ചരിത്രം ഇറങ്ങി പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. പഴയ നിയമകാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട അഹരോനും അവന്റെ പുത്രന്മാർക്കുമായിരുന്നു പൗരോഹിത്യമുള്ളത്. ലേവി ഗോത്രത്തിൽ ജനിച്ച ഒരുവന് മാത്രമേ പുരോഹിതനായിരിക്കാൻ അധികാരമുള്ളൂ, അവകാശമുള്ളൂ. എന്നാൽ ആ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഒരുവൻ, യഹൂദ ഗോത്രത്തിൽ പിറന്ന ഒരുവൻ, അവൻ പുരോഹിതനായി മാറി. അത് യേശുക്രിസ്തുവാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ: ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അവന് 10-1 കൊടുത്തു. ആ പദങ്ങൾ ഓരോന്നായിട്ട് നാം ശ്രദ്ധിക്കാൻ പോവുകയാണ്. 1, മൽക്കീസേദെക്ക് ആരായിരുന്നു? അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അദ്ദേഹം കേവലം ഒരു പുരോഹിതനായിരുന്നില്ല, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഇനി അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്ന അടുത്ത പദം രാജാവായിരുന്നു. അദ്ദേഹം കേവലം ഒരു രാജാവല്ല, അദ്ദേഹത്തിന്റെ രാജത്വം 2 രീതിയിലാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നോക്കിയാട്ടെ, അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. 1, അവൻ നീതിയുള്ള രാജാവാണ്. 2, അവൻ സമാധാനത്തിന്റെ രാജാവാണ്. ഈ വ്യക്തി പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഇനി 3-ാം വാക്യം നോക്കിയാട്ടെ, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. മൽക്കീസേദെക്കിന് അപ്പനില്ലെന്നോ അമ്മയില്ലെന്നോ അല്ല, വംശാവലി ഇല്ലെന്നല്ല, പക്ഷെ അത് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ പറയുമ്പോൾ അവരാരുടെ മകനാണെന്ന് പറയുന്നുണ്ട്. ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഒരാരംഭമുണ്ട്. അവർക്കെല്ലാം പറയാനൊരു പിതാവുണ്ട്, ഒരു മാതാവുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന് മാനുഷിക രീതിയിൽ ഒരു പിതാവില്ല, അവനൊരു മാതാവില്ല, അവന് ജീവാരംഭമില്ല, ജീവാവസാനവുമില്ല. യേശു തന്നെ എന്താ പറഞ്ഞത്? ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും ആന്ത്യനുമാകുന്നു. അങ്ങനെ പറയാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. അവൻ ദൈവത്തിന് തുല്യനായി നിലകൊള്ളുകയാണ്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ നിരവധി പ്രത്യേകതകളുണ്ട്. ഇബ്രായ ലേഖനം 7-ാം അധ്യായം 24-25 വാക്യം, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. മാറാത്ത പൗരോഹിത്യം. ഇനി അടുത്ത വാക്യം കൂടി, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇബ്രായ ലേഖനം 4:15, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പഴയകാലത്ത് 6 സങ്കേത നഗരങ്ങളുണ്ടായിരുന്നു. യോർദാൻ അക്കരയും ഇക്കരയുമായി 3 വീതം 6 സങ്കേത നഗരങ്ങൾ. ഒരുവൻ അബദ്ധവശാൽ ആരെങ്കിലും ഒരാളെ കൊന്നു എന്നിരിക്കട്ടെ, അങ്ങനെ കൊന്നാൽ കണ്ണിന് പകരം കണ്ണ്, കൈക്ക് പകരം കയ്യ്, ജീവന് പകരം ജീവൻ. യഹൂദന്റെ നിയമം അതാണ്. ഇന്നും ആ ഒരു നിയമപ്രകാരമാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ നീ ഒരുത്തനെ കൊന്നാൽ ആളുകൾക്ക് നിന്നെ കൊല്ലാം. എന്നാൽ ആ കൊല ചെയ്ത വ്യക്തിക്ക് കുറ്റബോധമുണ്ടാകുന്നു. അവനെ കൊല്ലാനായിട്ട് ആളുകൾ ഓടി വരുന്നു. ഇവന് രക്ഷപ്പെടാൻ ദൈവം ഒരു മാർഗമൊരുക്കി. എന്ത് ചെയ്യുന്നറിയോ? അവൻ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോകണം. ആ തിരുവെഴുത്തിലെ വചനമൊക്കെ എത്ര വ്യക്തമാണെന്നറിയാമോ? ആ ഓടിപ്പോകുന്ന വഴി നിരപ്പായ വഴിയായിരിക്കണം. കാരണം കല്ലും മുള്ളും ഒക്കെ ഉണ്ടെങ്കിൽ അബദ്ധവശാൽ ഇവൻ ഓടുമ്പോൾ അതിൽ തട്ടി മറിഞ്ഞു വീണാൽ രക്തപ്രതികാരകൻ പുറകെ വന്നവനെ കൊല്ലും. അതുകൊണ്ട് അവൻ ഓടി സങ്കേത നഗരത്തിൽ കയറി രക്ഷപ്പെടാൻ ദൈവം ഒരു അവസരമൊരുക്കി. അവൻ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവൻ ഓടി സങ്കേത നഗരത്തിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ, ആ പട്ടണത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പുറകെ വരുന്ന വ്യക്തിക്ക് പിന്നെ അവനെ ഉപദ്രവിക്കാൻ പാടില്ല, അവനെ കൊല്ലാൻ പാടില്ല. ഇനി അവൻ അകത്ത് കയറി എന്നിരിക്കട്ടെ, ആ മഹാപുരോഹിതൻ അവനെ സംരക്ഷിക്കും. ആ മഹാപുരോഹിതൻ എന്നുവരെ ജീവിച്ചിരിക്കുന്നോ അത്രയും കാലം ഈ കൊലപാതകന് ആ സങ്കേത നഗരത്തിനുള്ളിൽ അവൻ സുരക്ഷിതനായി ജീവിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ മഹാപുരോഹിതൻ മരിച്ചു പോയിട്ടില്ല. അവൻ മരിച്ചവനാണെങ്കിലും ഉയർത്തെഴുന്നേറ്റവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ സദാ ജീവിക്കുന്നവനാണ്. അവന്റെ അടുക്കിലേക്ക് ഓടി വരുന്ന ആരെയും അവൻ തള്ളിക്കളയത്തില്ല. അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇവനോ മാറാത്ത പൗരോഹിത്യം അത്രേ പ്രാപിച്ചിരിക്കുന്നത്. മാറാത്ത പൗരോഹിത്യം. ഇബ്രായ ലേഖനം 7:12 നോക്കിയാട്ടെ. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. പൗരോഹിത്യത്തെ കുറിച്ച് പറയുകയാണ്. പൗരോഹിത്യം മാറിപ്പോകുന്നു എങ്കിൽ ന്യായപ്രമാണവും കൂടെ മാറിപ്പോകണം. റോമാലേഖനം 10-4 വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ലൂക്കോസ് 16:16 ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. പൗരോഹിത്യം മാറിപ്പോകുകയാണെങ്കിൽ ന്യായപ്രമാണവും മാറിപ്പോകണം. ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ഈ 2 കാര്യങ്ങളും മാറിപ്പോയി. പൗരോഹിത്യം മാറി, ന്യായപ്രമാണത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും മാറി. 2 വസ്ത്രങ്ങളാണ് യേശുവിന്റെ മരണത്തോടുകൂടെ കീറിപ്പോയത്. ഒന്ന്, മഹാപുരോഹിതന്റെ വസ്ത്രം കീറി. യേശുവിനെ വിസ്തരിക്കുമ്പോൾ ചോദിക്കുന്നു, ലോകത്തിലേക്ക് വരുവാനുള്ള അഭിഷിക്തൻ
നീയാകുന്നുവോ, നീ ക്രിസ്തുവാകുന്നുവോ? യേശു പറഞ്ഞു ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ഏതോ ദൈവദൂഷണമാണ് പറയുന്നതെന്ന ചിന്തയിൽ മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറിക്കളഞ്ഞു. 2, ക്രൂശിൽ കിടന്നുകൊണ്ട് സകലവും നിവർത്തിയായി എന്ന് യേശു വിളിച്ചു പറഞ്ഞപ്പോൾ ദേവാലയത്തിലെ തിരശീല മേൽ മുതൽ താഴെ വരെ 2 മുറിഞ്ഞു മാറിപ്പോയി. പൗരോഹിത്യം മാറുന്ന പക്ഷം ന്യായപ്രമാണവും കൂടെ മാറണമായിരുന്നു. ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന ആ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ അസ്തമിച്ചു പോയി. ഇനി നമുക്ക് മൽക്കിസദേക്കിലേക്ക് മടങ്ങിപ്പോകാം. 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഇവൻ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒരു പുരോഹിതൻ. മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം അദ്ദേഹത്തിന് 10-1 ദശാംശം കൊടുത്തു. അപ്പൊ 2 കാര്യങ്ങൾ. അബ്രഹാമിനെ മൽക്കിസദേക്ക് അനുഗ്രഹിച്ചു. എബ്രായ ലേഖനത്തിൽ വായിക്കുകയാണ്, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. അടുത്തത്, താണവൻ ഉയർന്നവന് പതാരം കൊടുക്കുന്നു. 1-ാം വാക്യം നമ്മൾ വായിച്ചു ഓർമ്മയുണ്ടോ? അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ, അവൻ ഉയർന്നവനാണ്. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. യഹൂദന്മാരും മുസ്ലിങ്ങളും ക്രൈസ്തവരും അവരുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിനെ കണക്കാക്കുകയാണ്. പക്ഷേ ആ അബ്രഹാമിനേക്കാൾ വലിയൊരുവൻ. ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിലാണ് വായിക്കുന്നത്. 14-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ശാലേം രാജാവായ മൽക്കിസേദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അത് അവിടെ ഉപയോഗിച്ചിരിക്കുക, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അടുത്തത്, അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ അവനെ അനുഗ്രഹിക്കുമ്പോൾ പറയാണ്, നീ അത്യുന്നതനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കേട്ടോ, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ഇത് ചരിത്രത്തിൽ നിവർത്തിയായ ഒരു സംഭവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അത് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനകാരൻ എടുത്തുദാഹരിച്ചിട്ട് പറയാണ്, ആ മൽക്കിസദേക്ക് ദൈവപുത്രനായ ക്രിസ്തുവിന് നിഴലായിരിക്കുന്നു. ഇവനോ മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ദൈവം 2 പദവി ഒരുമിച്ച് തന്നു. 3 പത്രോസ് 2:9 വായിച്ച്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും. രാജകീയ പുരോഹിത വർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ്. എന്തുകൊണ്ടാണ് ആ പദം ഉപയോഗിച്ചത്? യേശു ക്രിസ്തു ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ട പുരോഹിതനല്ല, യഹൂദ ഗോത്രത്തിൽ നിന്നാണ് അവൻ പിറന്നത്. അവൻ മൽക്കിസദേക്കിന് നിഴലായിരിക്കുകയാണ്. മൽക്കിസദേക്കിന് ഈ 2 പദവിയും ഉണ്ടായിരുന്നു, ഡുവൽ പ്രിവിലേജ്. 1, അവൻ രാജാവായിരുന്നു. 2, അവൻ പുരോഹിതനായിരുന്നു. യേശു ക്രിസ്തുവിന് ഈ 2 പദവിയും കിട്ടി. അവൻ രാജാവാണ്, അവൻ പുരോഹിതനാണ്. അവന്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് അവൻ 2 പദവിയും കൊടുക്കുകയാണ്. അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നിയമിക്കുകയാണ്. 2 കൂടെ ചേർത്ത് പറയുകയാണ്, അവൻ നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ. ശരിയായ രീതിയിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു. രാജാവിന്റെ ജോലി എന്താണെന്നറിയാമോ? അവൻ അധികാരമുള്ളവനാണ്. കർത്താവ് നമുക്ക് അധികാരം തന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ ലോകത്തിൽ ഭരണത്തിനുള്ള അധികാരമല്ല, അദൃശ്യ ലോകത്തെ ഭരിക്കാൻ നിയന്ത്രിക്കാൻ ഉള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചവരാണ് യേശു ക്രിസ്തു. 2, അവൻ നമ്മെ പുരോഹിതന്മാരാക്കുന്നു. പുരോഹിതന്റെ ജോലി എന്താ? യാഗമർപ്പിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നാം അർപ്പിക്കേണ്ടുന്ന 5 വിധ യാഗങ്ങളെ കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ 3 വിധ പദവികൾ. 1, അവൻ പുരോഹിതനായിരുന്നു. 2, ക്രിസ്തു
ഒരു പ്രവാചകനായിരുന്നു. മോശെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു പ്രത്യേക വചനമാണ് ആവർത്തനം 18:15 നമ്മൾ വായിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും. നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. എന്നെ പോലെ ഒരു പ്രവാചകൻ. യേശു ക്രിസ്തു പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്ന മോശയെ പോലെ ഒരു പ്രവാചകനായിരുന്നു. നിരവധി തെളിവുകൾ ഞാൻ പറയാം. ഒന്ന്, മുഖതേജസ്സാണ്. ദൈവത്തോടുകൂടെ 40 രാവും പകലും ഇരുന്നിട്ട് മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ ത്വക്ക് ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങി. ജനം കണ്ടിട്ട് ഭയപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഞങ്ങളോട് സംസാരിക്കരുത്, ഒരു തൂവാല കൊണ്ട് മുഖം മറച്ചു വെച്ചോണ്ട് ഞങ്ങളോട് സംസാരിക്ക്, ഞങ്ങൾക്ക് നിന്റെ മുഖത്ത് നോക്കുമ്പോൾ പേടിയാവുന്നു. മോശയുടെ മുഖത്ത് എന്തുണ്ടായിരുന്നു? തേജസ് ഉണ്ടായിരുന്നു. യേശുവിലേക്ക് നോക്കിക്കേ. മറുവ മലയിൽ കർത്താവ് തേജസ്കരണം പ്രാപിച്ചപ്പോ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് യോഹന്നാന്റെ മുമ്പാകെ യേശു വരുമ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. അവനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ അവിടെ വീഴുകയാണ്. 2, സംഖ്യാപുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ എന്റെ ദാസനായ മോശയോട് സംസാരിച്ചത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായും സ്പഷ്ടമായിട്ടും അത്രേ. യേശു ക്രിസ്തുവിനോട് പിതാവായ ദൈവം സംസാരിച്ചതും ഇതുപോലെ മറപൊരുളായിട്ടല്ല, അഭിമുഖമായും സ്പഷ്ടമായിട്ടുമാണ് പിതാവ് പുത്രനായ ക്രിസ്തുവിനോട് സംസാരിച്ചിട്ടുള്ളത്. 3, മോശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്നു എന്ന. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ വിശേഷതയേറിയ നിയമത്തിന്റെ മധ്യസ്ഥൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. മോശെ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. യേശു ക്രിസ്തു ജനത്തെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. പഴയ നിയമകാലത്ത് അവർക്ക് പ്രവാചകന്മാരുണ്ടായിരുന്നു. പുതിയ നിയമത്തിലും ജനം ഒരു പ്രവാചകനെ കാത്തിരുന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4:19 വാക്യം. അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. കണ്ടോ, ശമരിയക്കാരി സ്ത്രീ അവളുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ യേശു വിവരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ആശ്ചര്യത്തോടെ പറയുകയാണ്, യജമാനനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. യോഹന്നാൻ 6:14. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. ജനത്തിന് മനസ്സിലായി, മോശ പറഞ്ഞ ആ പ്രവാചകൻ യേശു ക്രിസ്തു തന്നെയാണ്. അനിഷേധ്യമായ ഒരു തെളിവ് ഞാൻ പറയാം. മോശ മിസ്രൈമിൽ 10 അത്ഭുതങ്ങൾ ചെയ്തു. അതിൽ ഒന്നാമത്തെ അത്ഭുതം പുറപ്പാട് 7:19 വായിക്കുന്നുണ്ട്. അവ രക്തമായി തീരും. മിസ്രൈം ദേശത്ത് എല്ലായിടവും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടാകും എന്ന് കൽപ്പിച്ചു. മോശയുടെ ഒന്നാമത്തെ അത്ഭുതത്തിൽ ദൈവം പറഞ്ഞു, മിസ്രൈമിലെ മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലുമുള്ള വെള്ളം രക്തമായി മാറും. മോശ പറഞ്ഞ ആ പ്രവാചകൻ മോശയേക്കാൾ മികച്ച പ്രവാചകൻ. യേശു ക്രിസ്തുവിന്റെ ത്രിവിധ പദവികൾ. 1, അവൻ മഹാപുരോഹിതനായിരുന്നു. 2, എന്നെ പോലെയുള്ള ഒരു പ്രവാചകനായിരുന്നു. 3, അവൻ അവസാനമില്ലാത്ത രാജാവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:33 വാക്യം. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകില്ല. അവസാനിക്കാത്ത ഒരു രാജ്യം, ആ രാജ്യത്തെ ഭരിക്കുന്ന ഒരു രാജാവ്, അത് യേശു ക്രിസ്തുവാണ്. അവന്റെ അവസാനിക്കാത്ത രാജ്യമാണ് ദൈവരാജ്യം. ഈ രാജ്യത്വത്തെ കുറിച്ച് പഴയ നിയമത്തിൽ നിരവധി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദാനിയേൽ 2:44. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചുപോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങൾ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. 4 സാമ്രാജ്യങ്ങൾ. 1, ബാബിലോൺ സാമ്രാജ്യം. 2, മേദ്യോ പേർഷ്യ സാമ്രാജ്യം. മേദ്യരും പാർസ്യരും ചേർന്ന് ഭരണം നടത്തി 2 കൈ. അത് കഴിഞ്ഞപ്പോൾ വയറ്റിലേക്ക് ചെല്ലുന്ന എല്ലാത്തെയും ദഹിപ്പിച്ച് കളയുന്നത് പോലെ വയറ് ഗ്രീസ് സാമ്രാജ്യം. അലക്സാണ്ടർ ചക്രവർത്തി എന്ന് കേട്ടിട്ടില്ലേ?
അത് കഴിഞ്ഞപ്പോൾ റോമ സാമ്രാജ്യം വന്നു. ആ സാമ്രാജ്യം ഒന്നായിട്ട് നിന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അത് പാശ്ചാത്യ റോമ, പൗരസ്ത്യ റോമ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് വിഭജിച്ചു. അത് കുറച്ചുകൂടെ താഴേക്ക് വന്നപ്പോൾ അത് 10 വിഘടിച്ചു. ആ സമയത്ത് കൈതൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ ഇടിക്കുന്നു. ആ ബിംബം തകർന്നു പോകുന്നു. ഇങ്ങനെ വിഭജിക്കപ്പെടുന്ന ഈ കാലത്ത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് കൈതൊടാത്തൊരു കല്ല് പറഞ്ഞു വന്നതുപോലെ റോമ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലത്താണ് യേശു ക്രിസ്തുവാകുന്ന ആ കൈതൊടാത്ത കല്ല് സ്വർഗത്തിൽ ഭൂമിയിലേക്ക് വന്നത്. യേശു ക്രിസ്തുവിന്റെ ആ രാജ്യത്വത്തെ കുറിച്ച് പഴനിമത്തിൽ നിരവധി പ്രവചനങ്ങളുണ്ട്. യാക്കോബ് ഇങ്ങനെയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 49:9-10 വാക്യം, യഹൂദ ഒരു ബാലസിംഹം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. ആ പദങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമാണ്. വെളിപ്പാട് പുസ്തകം 5:5 യേശുവിനെ വിളിച്ചേക്കണോ, യഹൂദ ഗോത്രത്തിന്റെ സിംഹം. സിംഹം മൃഗങ്ങളുടെ രാജാവായിരിക്കുന്ന പോലെ യേശു കർത്താവ് ലോകത്തിന്റെ രാജാവാണ്. സംഖ്യാപുസ്തകം 24:17 ബിലെയാം ഇങ്ങനെയാണ് പ്രവചിച്ചത്, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ കുറിച്ച് യെശയ്യാപ്രവചനം 9:6-7 വാക്യം നമുക്ക് സുപരിചിതമാണ്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അടുത്ത വാക്യം 7 വാക്യം, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനം അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അതിനെ നിലനിർത്തും. യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ 7 പ്രധാനപ്പെട്ട തെളിവുകൾ. 1, അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് കന്യകമറിയാമിനോടും യോസഫിനോടും ദൈവം ആ ദൂതൻ മുഖാന്തരം അറിയിപ്പുകൾ നൽകുന്നുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്, അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല. 2, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വിദ്വാൻമാർ തിരക്കി വരുമ്പോ ഹെരോദാ രാജാവിനോട് യേശുവിനെ കുറിച്ച് പറയുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ലോകത്തിൽ ഇന്നു വരെ ആരും രാജാവായി പിറന്നിട്ടില്ല. രാജാവിന്റെ മകനായിട്ട് പിറന്നിട്ടുണ്ടാവും, രാജകുമാരനായിട്ട് പിറന്നിട്ടുണ്ടാവും. ആളുകളൊക്കെ ഒരു പ്രത്യേക പ്രായത്തിലാണ് രാജാവായി തീരുന്നത്. ആദ്യത്തെ രാജാവ് ശൗലല്ലേ? വേദപുസ്തകത്തിൽ വായിക്കുന്നത് ശൗൽ രാജാവായപ്പോൾ അവന് 30 വയസ്സായിരുന്നു. ഉസിയാവ് രാജാവാകുമ്പോൾ അവന് 16 വയസ്സാണ്. ഇനി യേശുവിന്റെ പഠിപ്പിക്കൽ ദൈവരാജ്യം അതോ സ്വർഗരാജ്യമായിരുന്നു. യേശു പറഞ്ഞ ഒരു ഉപമ നോക്ക്, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് സ്വദേശത്തേക്ക് പോയി. യേശു ക്രിസ്തു രാജാവായി രാജ്യത്വം സ്വീകരിച്ചിട്ട് മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. നാം ഉല്ലസിച്ച് ഘോഷിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റുക. നമ്മുടെ ദൈവമായ കർത്താവ് അവൻ രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. 4, നാം ആരാധിക്കുന്ന ആരാധ്യ പുരുഷനാണ്. അവൻ രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവാണ്, കർത്താതി കർത്താവാണ്, ദേവാദി ദേവനാണ്. അവന്റെ മുമ്പിൽ എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങുന്നതാണോ? അവൻ രാജാവാണ്. യേശു ശുശ്രൂഷയുടെ അവസാനം ഒരു കഴുതക്കുട്ടി പുറത്ത് കയറി യെരൂശലേമിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ സെക്കറിയാപ്രവചനം 9:9 വാക്യമാണ് അവിടെ എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. എന്താണ് വാക്യം? സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരികയാണ്. ക്രൂശിലെ മേലെഴുത്ത്, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. യോഹന്നാന്റെ സുവിശേഷം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. കുറ്റപത്രം എഴുതി വെച്ചിരിക്കുകയാണ്. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അടുത്തത്, യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. എല്ലാവരും വായിച്ചു. കാരണം അത് 3 ഭാഷയിലാണ് എഴുതിയിരുന്നത്. നോക്കിയേ, അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതി വെച്ചിരുന്നു.
ആ മേലെഴുത്ത് സകല ലോകത്തോടുമുള്ള ഒരു സന്ദേശമാണ്. യഹൂദന്മാരെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ ഓടിച്ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു, എഴുതിനകത്തൊരു തെറ്റുണ്ട്, ഒന്ന് തിരുത്തി എഴുതണം. ഓടിച്ചെന്നിട്ട് പീലാത്തോസിനോട് പറയാ, ഞാൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്ന് അവൻ പറഞ്ഞു എന്നാ എഴുതേണ്ടത്. പുള്ളി ആരിശം കയറിയിട്ട് പറഞ്ഞു, ഞാൻ എഴുതി. ആ ക്രൂശിലെ മേലെഴുത്ത് സ്വർലോകത്തിൽ നിന്നുള്ളൊരു എഴുത്തായിരുന്നു. അവൻ രാജാവാണ്. തീർന്നില്ല. അവന്റെ ശവസംസ്കാരം നോക്കിയേ. കാക്കാശിന് വകയില്ലാത്ത യേശുവിന്റെ ശവസംസ്കാരം എങ്ങനെയായിരുന്നു? അവൻ പാറയിൽ വെട്ടിയ കല്ലറയിൽ. ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചാൽ ആസാ, മനശ്ശെ എന്ന് പറയുന്ന രണ്ടുപേരെ മാത്രമേ പാറയിൽ വെട്ടിയ കല്ലറയിൽ അടക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കിയെന്നാണ്. എന്നാൽ രാജാതിരാജാവായ യേശുവിനെ പാറയിൽ വെട്ടിയ കല്ലറയിൽ, ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ, ആ കല്ലറയ്ക്ക് ഗവൺമെന്റിന്റെ മുദ്ര, ആ കല്ലറയ്ക്ക് പട്ടാളത്തിന്റെ കാവൽ. ഇനിയും യേശുവിന്റെ സ്വർഗാരോഹണം നോക്കിക്കേ. അതേക്കുറിച്ചൊരു പ്രവചന ഭാഗം സങ്കീർത്തനത്തിലുണ്ട്. 24-ാം സങ്കീർത്തനത്തിന്റെ 9-10 വാക്യം. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.